നമ്മുടെ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ശ്രീകേഷ് ചേട്ടനുണ്ട്. അതായത് ചേട്ടാ ഇവിടെ നേരത്തെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നു. എന്താ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കൊറിയർ നൽകാനെന്ന വ്യാജേന ഒരു സ്ത്രീ വരികയാണ്. അപ്പോൾ അവർ മുഖം മറച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അവരോടൊന്ന് ബില്ലടിച്ച് അപ്പോൾ സ്ത്രീ വന്നു കൊറിയർ വാങ്ങാനായിട്ട് വന്നു. അപ്പോൾ പേന കയ്യിലില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പേന എടുക്കാനെങ്ങാണ്ട് അവർ തിരിയുമ്പോൾ ഇവർ കയ്യിൽ നിന്നൊരു ഗണ്ണെടുത്തിട്ട് പറയുമെന്നാണ് ഇവിടുത്തെ ഒരു മുതിർന്ന ആൾ പറഞ്ഞത്. അപ്പോൾ അവർ പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്തപ്പോൾ കയ്യിലാണ് വെടിയേറ്റത്. അപ്പോഴത്തേക്ക് തന്നെ അവർ എസ്കേപ്പ് ചെയ്യായിരുന്നു. ഇതാണ് നിലവിൽ നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. സ്കൂട്ടറിലാണോ എങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത്. CCTV അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ എപ്പോഴും കിട്ടുമായിരിക്കും. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? വീട്ടിലുകാരൊക്കെ ഞാൻ കണ്ടില്ല, അകത്ത് കയറിയില്ല. ഇവിടെ കൂടുതൽ ആളുകളൊക്കെ തന്നെ ചേട്ടൻ ഇവിടെ താമസിക്കുന്ന ആളാണോ? ഇവിടെ താമസിക്കുന്നതാണോ? എന്താ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത് എന്താ? അതായത് ഇവിടെ രാവിലെ കഴിച്ചു. അപ്പോൾ ഞാൻ 82 വയസ്സായാണ്. എൻ്റെ മോനും മരുമോളും നമ്മളൊക്കെ നല്ല ഈ 4 വീടുകാർ വലിയ അടുത്താണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്നിരുന്നു. അത് പർട്ടിക്കുലർ അഡ്രസ്സിക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരുടെ പേരാണ്, സിനിയുടെ പേരാണ് വന്നത്. അപ്പോൾ അവരൊന്ന് ഒപ്പിടാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെന്തോ ഈ പാക്കറ്റിൽ എന്തോ വെച്ചിരുന്നു, എന്തോ കളിത്തോക്കുമല്ലേ എന്തോ, അത് വെച്ച് വെടിവെച്ചു. അതിനിടയ്ക്ക് ഈ കൂട്ട കുഴച്ചില്ല, ഇവരങ്ങ് പോയി. ഇത് കഴിഞ്ഞ് ഇതെല്ലാം പോയതിന് ശേഷമാണ് വീട്ടിൽ എൻ്റെ മോനെയും മരുമോളെയൊക്കെ വിളിക്കുന്നത്. ഒരു അപ്പുറത്ത് സ്ത്രീയായിട്ട് ഒരു ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് നേച്ചറൊന്നുമല്ല. എനിക്കൊന്നു കളിത്തോക്കുമല്ല, ഇവിടെ സ്ഥലം മുറിഞ്ഞ് ഒത്തിരി രക്തമൊക്കെ വന്നു. ഈ വന്ന സ്ത്രീക്ക് എന്ത് പ്രായം കാണും? അത് വല്ലതും അറിയാമോ? കണ്ടിട്ടുണ്ടോ? അവർക്ക് കണ്ടവരൊക്കെ അറിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ കണ്ടില്ല. ഈ പറഞ്ഞ ഈ കാക്ക ഛർദ്ദിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ അതിന് ഒരു... സിനിക്ക് എന്ത് പ്രായമുണ്ട്? ഈ വെടിയേറ്റ സിനിക്ക് എന്ത് പ്രായമുണ്ട്? ഇവിടെ ആരൊക്കെയാണ് മറ്റ് താമസിക്കുന്ന ആരൊക്കെയാണ്? അവരെ അമ്മ, അച്ഛൻ, ഈ മകൻ്റെ ഭാര്യയാണ് ഈ കുട്ടി. മകൻ വെളിയിലാണ്. പിന്നെ ഒരു മോളും ഉണ്ട്. മരുമകൾ. അവർക്കാണ് ഈ കയ്യിൽ ചെയ്യുന്ന ജോലി എന്താ? അവരെ ഉണ്ട്. ഈ എന്നെ ചെയ്യാറുണ്ട്. ഈ ഹെൽത്തിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിലുണ്ടല്ലോ, അതിൽ ജോലി ചെയ്യാറ്. ഇതെന്താ ചേട്ടാ ഇവിടെ കൂടുതൽ പേര് ചേരുന്നുണ്ട്? ഇവിടെ അടുത്താണോ താമസം? ഞാൻ അടുത്ത് താമസിക്കാം. ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് താമസിക്കും. ക്രൈംബ്രാഞ്ച് ഓഫീസില്ലേ, എൻ്റെ അടുത്ത് താമസിക്കുന്നു. എന്ത് സംഭവം ഉണ്ടായെന്തോ? ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരോ വെടിവെച്ചു, കൊറിയറിന് വെടിവെച്ചു. അങ്ങനെ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കൃത്യം പറഞ്ഞ ഇത് ഏത് സ്ഥലമാണ്? ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ ശരിക്കും പഴയ ബോർഡ് പോസ്റ്റ് ഓഫീസിന് പെരുന്താന്നി, അങ്ങനെ പണ്ടത്തെ പേര്. ഇപ്പോൾ റെസിഡൻസി വന്നിട്ടുണ്ട്. ഏതായാലും വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ വഴി ചെന്ന് നിൽക്കുന്നതും ഒരു വീട്ടിലേക്ക് തന്നെയാണ്. ഈ 4 വീടുകൾ മാത്രമേ ഈ പ്രദേശത്ത് ഉള്ളൂ. ഇതിൻ്റെ അങ്ങോട്ട് ഈ റോഡിലേക്കൊക്കെ മറ്റ് റെസിഡൻസ് ഏരിയ ആണ്. ആ വീട്ടിലാണ് ഈ കാണുന്ന സ്ഥലത്താണ് ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. കേട്ടുകേൾവില്ലാത്ത തരത്തിൽ ഒരു പട്ടാപ്പകൽ ഒരു വീട്ടിലേക്ക് ഒരു കൊറിയർ നൽകാനുണ്ട് എന്ന വ്യാജേന എത്തുന്നു. അതിനുശേഷം ഒരു സ്ത്രീയെ വെടിവെക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത അയൽവാസിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടിലെ മറ്റ് ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കൊറിയർ നൽകാനുണ്ടെന്ന് പറഞ്ഞ ഒരു യുവതി ഈ വീട്ടിലേക്ക് മുഖം മറച്ച് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെയുള്ളതാണ്. ആ പരിസരവാസി പറഞ്ഞതനുസരിച്ച് വലിയ പരിക്കല്ല, പക്ഷേ ഈ സംഭവം അത്ര നിസ്സാരമായി പറയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് വെടിയേൽക്കാതെ വീട്ടിൽ തിരക്കി വന്ന ഒരാൾ വെടിവെച്ചിട്ട് പോവുക എന്ന് പറയുമ്പോൾ അതീവ ഗൗരവതരമായി നമുക്ക് പെട്ടെന്ന് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. ഈ സിനിയുടെ പരിക്കെങ്ങനെയാണ്? അവർ ഇപ്പോൾ എവിടെയാണ്? രതീഷ്, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ സംഭവം ഉണ്ടായ ആ സമയത്ത് തന്നെ വെടിവെച്ച ശേഷം ഈ കാറിൽ എത്തിയ യുവതി ഉടൻ തന്നെ ഇവിടെ നിന്ന് മടങ്ങി. ഈ വെടിവെച്ച സംഭവം ഉണ്ടായി ഉടൻ തന്നെ അയൽക്കാർ ഈ സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ തൊട്ടടുത്ത് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ആ ചേട്ടൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൈക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിക്കുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ, എന്താണ് ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ, അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇനി ആശുപത്രിയിൽ നിന്നും ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ നിന്ന് അടുത്ത ബന്ധുക്കളും അയൽക്കാരും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പും ഇത്തരത്തിൽ തുമ്പയിൽ ഇതിന് സമാനമായ രീതിയിൽ ഒരു ബോംബേർ അടക്കം നടന്നിരുന്നു. അതിന് പിന്നാലെ ഒരു 2 ആഴ്ചയ്ക്കപ്പുറത്തേക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇനി പോലീസിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ വീട്ടിൽ എത്തി ആളുകളുടെ, ഈ വീട്ടിൽ താമസിക്കുന്നവരുടെയൊക്കെ മൊഴി അകത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശമൊക്കെ തന്നെ തിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ യുവതി ഇങ്ങോട്ട് എത്തി ഒരു പക്ഷേ ഈ ഗേറ്റിൽ സ്പർശിച്ചിരിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വില്ലടയാളം ഉണ്ടായിരിക്കാം. അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമാണ് ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കാൻ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമീപത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിന് തൊട്ട് സമീപത്തൊക്കെ തന്നെ CCTVകളുണ്ട്. അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. കെ സ്റ്റെഫിനാണ് സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകുന്ന. അവിടെയുള്ള ദൃശ്യങ്ങളും കാണാം. രാവിലെ വഞ്ചിയൂരിലെ ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ എത്തുന്നു, മുഖം മറച്ചിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നുള്ള ആളുകൾ പങ്കുവയ്ക്കുന്ന വിവരം. കൊറിയറുണ്ട് എന്ന് പറയുന്നു. ഈ അഡ്രസ്സിലുള്ള ആൾക്ക് സിനിക്ക് മാത്രമേ നൽകൂ എന്ന് പറയുന്നു. വാതിൽ തുറക്കുന്നു. അതിനുശേഷം വെടിവെപ്പുണ്ടാകുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്കിൻ്റെ ആഴവും മറ്റും ഇനിയും അക്കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകണം. ആരാണ് വന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. പോലീസ് അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് സ്റ്റെഫിൻ നൽകുന്ന വിവരം.